നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചെർപ്പ് മേഖലയിൽ മികച്ച പോളിംഗ്. ചെർപ്പ് ബ്ലോക്ക് പരിധിയിലെ മുഴുവൻ ബൂത്തുകളിലും മികച്ച പോളിംഗ് ആണ് നടന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി നാട്ടിക നിയോജക മണ്ഡലം UDF, LDF, NDA സ്ഥാനാർത്ഥികൾ. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, ഗീത ഗോപി, CC മുകുന്ദൻ എന്നിവരാണ് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ചേർപ്പിൽ വോട്ട് രേഖപ്പെടുത്തി മേളപ്രമാണികളായ പെരുവനം കുട്ടന്മാരാരും പെരുവനം സതീശന്മാരാരും. ആറാട്ടുപുഴയിലെ ബൂത്തിൽ വോട്ട് ചെയ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചേർപ്പ് മേഖലയിൽ മികച്ച പോളിംഗ്. ചേർപ്പ് ബ്ലോക്ക് പരിധിയിലെ മുഴുവൻ ബൂത്തുകളിലും മികച്ച പോളിംഗ് ആണ് നടന്നത്. വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. പല ബൂത്തുകളിലും വോട്ടർമാരുടെ നിര ദൃശ്യമായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ എത്തിയത് മുന്നണികൾക്ക് പ്രതീക്ഷ നൽകുന്നതായി. ചേർപ്പ്, വല്ലച്ചിറ, പാർളം, അവിണിശ്ശേരി പഞ്ചായത്തുകളിലെ മുഴുവൻ ബൂത്തുകളിലും വോട്ടർമാരുടെ തിരക്ക് അനുഭവപ്പെട്ടു. വോട്ടെടുപ്പിന്റെ സമയപരിധി കഴിയുന്ന 6 മണിക്കകം വരിയിൽ നിൽക്കുന്ന വോട്ടർമാർക്ക് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള സജ്ജീകരണങ്ങൾ അതാത് ബൂത്തുകളിൽ ഏർപ്പെടുത്തിയിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി നാട്ടിക നിയോജക മണ്ഡലം UDF, LDF, NDA സ്ഥാനാർത്ഥികൾ. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, ഗീത ഗോപി, CC മുകുന്ദൻ എന്നിവരാണ് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. LDF സ്ഥാനാർത്ഥി ഗീത ഗോപി രാവിലെ തന്നെ തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 135 നമ്പർ പോളിംഗ് ബൂത്തിൽ ഗീത ഗോപി വോട്ട് രേഖപ്പെടുത്തി. കുടുംബത്തോടൊപ്പമാണ് ഗീത ഗോപി വോട്ട് ചെയ്യാനെത്തിയത്. ഭർത്താവ് ഗോപി, മക്കളായ ശില്പ, വിഷ്ണു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വോട്ട് ചെയ്തതിനുശേഷം ഗീത ഗോപി നാട്ടിക മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചു. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ലാലൂരിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ലാലൂരിലെ മത്തായിപുരം കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു പോളിംഗ് ബൂത്ത്. ഭാര്യയോടൊപ്പമാണ് അദ്ദേഹം വോട്ട് ചെയ്യാനെത്തിയത്. നാട്ടിക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. മകൾ നിപയും ഒപ്പമുണ്ടായിരുന്നു. ചരിത്രത്തിലാദ്യമായി 58 വർഷത്തെ കമ്മ്യൂണിസത്തിൽ നിന്ന് മോചനം കിട്ടി ഈശ്വരവിശ്വാസത്തിൽ ആദ്യമായി താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ പറഞ്ഞു. ഒരു വലിയ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ വോട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത്. എന്തായാലും ഒരു 58 വർഷത്തെ ചരിത്രം മാറ്റിക്കുറിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിലൂടെ ഞാൻ എൻ്റെ ചിഹ്നത്തിൽ തന്നെ വോട്ട് ചെയ്തുകൊണ്ട്. അതെന്തായാലും ഈ ഒരു തീരുമാനം ഞാൻ എടുത്തതുപോലെ തന്നെ നമ്മുടെ വിവിധ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവരും അത് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷയുള്ളത്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയമായി നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലം അത്ഭുതകരമായൊരു വിജയം ഈ മണ്ഡലത്തിൽ ഉണ്ടാകും എന്നുള്ള നല്ല പ്രതീക്ഷയോടെയാണ് എൻ്റെ ആദ്യത്തെ വോട്ട് ഈ താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള എൻ്റെ മനസ്സ് വളരെ സന്തോഷകരമായ അനുഭവമാണ്. അതിലൊരു പ്രത്യേകത ഉള്ളത്, പഴയ കാലത്തു നിന്ന് വ്യത്യസ്തമായി വളരെ ഒരു ഈശ്വര വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ വോട്ട് രേഖപ്പെടുത്തിയത്. അതാണ് ചരിത്ര വിജയത്തിൻ്റെ ഒരു ഭാഗം. ഇനിയുള്ള കാലങ്ങളിൽ ജനങ്ങൾ മുഴുവനും പ്രതീക്ഷകളൊക്കെ ഒരു ഈശ്വര വിശ്വാസത്തോടുകൂടിയുള്ള മുന്നോട്ട് പോകുന്ന ആശയമാണ്. ആ ആശയം കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യപരമായ വലിയ മാറ്റങ്ങൾ ഈ രാജ്യത്ത് ഉയർന്നു വരും എന്നാണ് പ്രതീക്ഷ. എന്തായാലും അവരെ കൂടെ പ്രത്യക്ഷത്തിൽ ഇന്നത്തെ സാഹചര്യം വെച്ച് പരിശോധിക്കുമ്പോൾ അവരെ കൂടെ എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാകും എന്നാണ് ഈ വോട്ട് ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ഞാൻ നൽകിയത്. ചേർപ്പിൽ വോട്ട് രേഖപ്പെടുത്തി മേളപ്രമാണികളായ പെരുവനം കുട്ടന്മാരാരും പെരുവനം സതീശന്മാരാരും. ആറാട്ടുപുഴയിലെ ബൂത്തിൽ വോട്ട് ചെയ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ. ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിലാണ് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും സതീശന്മാരാരും തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇരുവരും വോട്ട് ചെയ്യാനെത്തിയിരുന്നു. മദ്ദളം പ്രാമാണികനായ കലാമണ്ഡലം പെരുവനം ഹരിദാസും ഇതേ സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ആറാട്ടുപുഴ RM LP സ്കൂളിലെ ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി.
വെങ്ങിണിശ്ശേരിയിൽ മദ്യപാനത്തിനിടെ സുഹൃത്തിന്റെ മർദ്ദനമേറ്റ് പ്രവാസിയായ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടു. വെങ്ങിണിശ്ശേരി സ്വദേശി തേറാട്ടിൽ വീട്ടിൽ 52 വയസ്സുള്ള രാജു ജോർജാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ രാജുവിന്റെ സുഹൃത്തും അയൽവാസിയുമായ പുത്തൂർ വീട്ടിൽ പ്രിന്റോ ഫ്രാൻസിസ് പോലീസ് കസ്റ്റഡിയിൽ. കൊല്ലപ്പെട്ട രാജു ജോർജിന്റെ വെങ്ങിണിശ്ശേരിയിലെ വീട്ടിൽ വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു കൊലപാതകം നടന്നത്. ദുബായിലെ കമ്പനിയിൽ ഇലക്ട്രീഷ്യൻ ജീവനക്കാരനായിരുന്നു കൊല്ലപ്പെട്ട രാജു. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ദുബായിൽ നിന്ന് രാജു വെങ്ങിണിശ്ശേരിയിലെ വീട്ടിലെത്തിയത്. 2 ആഴ്ചത്തെ അവധി കഴിഞ്ഞ് തിരിച്ചു പോകാനിരിക്കെയാണ് ദാരുണമായ കൊലപാതകം നടന്നത്. രാജുവിന്റെ വീടിന് പുറകിൽ ക്ലോക്ക് നിർമ്മാണത്തിനായുള്ള ഔട്ട് ഹൌസ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് കൊലപാതകം നടന്നത്. രാജുവും പ്രതിയും അയൽവാസിയുമായ സുഹൃത്ത് പുത്തൂർ വീട്ടിൽ പ്രിന്റോ ഫ്രാൻസിസും മറ്റ് 4 സുഹൃത്തുക്കളും ഒന്നിച്ച് മദ്യപിക്കുകയായിരുന്നു. കൊലപാതകം നടന്ന പുലർച്ചെ 2 മണിക്ക് മുൻപായി 4 സുഹൃത്തുക്കൾ മടങ്ങിപ്പോയിരുന്നു. ഇതിനു പിന്നാലെയാണ് കൊലപാതകം നടന്നത്. മദ്യലഹരിക്കിടെ ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കം സംഘട്ടനത്തിൽ കലാശിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രാജു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. നിലവിളി കേട്ട് ഓടിയെത്തിയവരാണ് ചേർപ്പ് പോലീസിനെ വിവരമറിയിച്ചത്. സ്ഥലത്തെത്തിയ പോലീസ് പ്രതി പ്രിന്റോ ഫ്രാൻസിസിനെ കസ്റ്റഡിയിലെടുത്തു. മരത്തിന്റെ ഫ്രെയിമുകളിൽ ക്ലോക്ക് നിർമ്മിക്കുന്ന വ്യാപാരി കൂടിയായിരുന്നു കൊല്ലപ്പെട്ട രാജു. ഇരിങ്ങാലക്കുടയിൽ തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് നടൻ ടൊവിനോ തോമസ്. അന്തിക്കാട് വോട്ട് ചെയ്ത് സംവിധായകൻ സത്യൻ അന്തിക്കാട്. നടനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബ്രോഡ്ബാൻഡ് അംബാസിഡറുമായ ടൊവിനോ തോമസ് ഇരിങ്ങാലക്കുട ഗേൾസ് സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്തു. കുടുംബത്തോടൊപ്പമാണ് ടൊവിനോ തോമസ് വോട്ട് ചെയ്യാനെത്തിയത്. വോട്ട് ചെയ്യേണ്ടത് നമ്മളുടെ അവകാശവും കടമയുമാണെന്നായിരുന്നു ടൊവിനോയുടെ ആദ്യ പ്രതികരണം. കഴിവും പ്രാപ്തിയുമുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് അഭിനന്ദനാർഹമാണെന്ന് ടൊവിനോ പറഞ്ഞു. ഞാൻ എല്ലാ വർഷവും എല്ലാ തെരഞ്ഞെടുപ്പിനും ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിന് പോലും എൻ്റെ സമ്മതിദാനാവകാശം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. അത് തീർച്ചയായിട്ടും അതെൻ്റെ അവകാശം അതുപോലെ അത് എൻ്റെ ഒരു കടമയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു സന്ദേശം തന്നെയാണോ എല്ലാവരും കൊടുത്തോളൂ? അതെ, തീർച്ചയായിട്ടും ഇത് നമ്മളുടെ അവകാശം അതുപോലെ കടമയാണ്. നമ്മളെ ഈ ജനാധിപത്യത്തിനെ സംരക്ഷിക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാണ്. നമ്മൾ വോട്ട് ചെയ്യുന്ന നമ്മളൊക്കെ തന്നെയാണല്ലോ അത് സംരക്ഷിക്കേണ്ടത്. അവരതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് തയ്യാറായിട്ട് സിനിമ മാറ്റിവെച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവർ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം മാറ്റിവെച്ച് ഇറങ്ങുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് തന്നെ ആയിരിക്കും. രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ കഴിയുമെന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ അവർക്ക് അത് അവരുടെ പ്രവർത്തനം അനുസരിച്ചിട്ടാണ് ഇരിക്കുക. അപ്പോൾ നമ്മൾ ഇലക്ഷനിൽ ജയിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ആളുകൾക്ക് അവരോടുള്ള താല്പര്യവും അവരുടെ സംസാരത്തിൽ നിന്ന് തോന്നിയിട്ടുള്ള അവരോടുള്ള എന്താ പറയുക ഒരു മതിപ്പും ഒക്കെ വെച്ചിട്ടായിരിക്കാം. പക്ഷേ രാഷ്ട്രീയത്തിൽ ശോഭിക്കുന്നത് പ്രവർത്തനം വെച്ചിട്ട് തന്നെയായിരിക്കും. പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയത്തിൽ ശോഭിക്കാനാവുക. താൻ രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോഴില്ല, എന്നാൽ ഇറങ്ങിയേ പറ്റൂ എന്ന തരത്തിൽ മാറ്റങ്ങൾ വന്നാൽ ഇറങ്ങും. ഏതു മുന്നണി അധികാരത്തിൽ വന്നാലും കേരളത്തിനു വേണ്ടി നല്ലത് ചെയ്യാൻ കഴിയണമെന്നും ടൊവിനോ തോമസ് പറഞ്ഞു. അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിലെ ബൂത്തിലാണ് സംവിധായകൻ സത്യൻ അന്തിക്കാട് വോട്ട് ചെയ്തത്. ഭാര്യ നിമ്മിയും അദ്ദേഹത്തോടൊപ്പം വോട്ട് ചെയ്യാനെത്തിയിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പ്രമുഖരെല്ലാം രാവിലെ തന്നെ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. മന്ത്രി കെ രാജൻ അന്തിക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഭാര്യയ്ക്കും അമ്മയ്ക്കും സഹോദരനുമൊപ്പം എത്തിയാണ് മന്ത്രി കെ രാജൻ വോട്ട് ചെയ്തത്. ജില്ലയുടെ വരണാധികാരി കൂടിയായ ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രൻ രാവിലെ തന്നെ തന്റെ വോട്ട് രേഖപ്പെടുത്തി. അയ്യന്തോളിലെ നിർമ്മല കോൺവെന്റ് UP സ്കൂളിൽ 77-ാം നമ്പർ ബൂത്തിലാണ് കലക്ടർ ശിഖ സുരേന്ദ്രൻ വോട്ട് രേഖപ്പെടുത്തിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് പുതുക്കാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജ്. വോട്ടെടുപ്പിന്റെ ആരംഭത്തിൽ തന്നെ അദ്ദേഹം തന്റെ വോട്ടവകാശം കുറിച്ചു. ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ 151-ാം നമ്പർ ബൂത്തിലായിരുന്നു UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് വോട്ട് ചെയ്തത്. വ്യാഴാഴ്ച രാവിലെ തന്നെ അദ്ദേഹം കുടുംബത്തോടൊപ്പമാണ് പോളിംഗ് ബൂത്തിലെത്തിയത്. ഭാര്യ പ്രസന്നയ്ക്കും മകൻ സ്വരാജിനുമൊപ്പമാണ് അദ്ദേഹം വോട്ട് ചെയ്യാനെത്തിയത്. തൃശൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ പൂങ്കുന്നത്ത് വോട്ട് രേഖപ്പെടുത്തി. തളിക്കുളത്ത് വോട്ട് ചെയ്ത് മണലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ. തളിക്കുളം കുന്നത്തുപള്ളി നൂറുൽ ഹുദ മദ്രസയിലെ ബൂത്തിലാണ് UDF മണലൂർ മണ്ഡലം സ്ഥാനാർത്ഥി TN പ്രതാപൻ വോട്ട് രേഖപ്പെടുത്തിയത്. കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് അദ്ദേഹം വോട്ട് ചെയ്തു മടങ്ങിയത്. പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ ബൂത്തിലാണ് NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ വോട്ട് ചെയ്തത്. വലിയ ജനപിന്തുണ ലഭിക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയുണ്ടെന്ന് പത്മജ പറഞ്ഞു. കിറ്റ് വിവാദം കെട്ടിച്ചമച്ചതാണെന്നും കോൺഗ്രസിനെതിരെയും നിരവധി ആരോപണങ്ങളുള്ളതായും NDA സ്ഥാനാർത്ഥി പ്രതികരിച്ചു. ഞാൻ നല്ല വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം ഇവിടുത്തെ ജനങ്ങൾ എൻ്റെ അടുത്ത് വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത്. അതൊന്നും തന്നെ അവരുടെ മനസ്സിലാക്കാമല്ലോ. പല സ്ഥലത്തും ഈ BJP കിറ്റ് ആരോപണങ്ങൾ ഒരുപാട് വന്നത്. BJP തിരിച്ചടിയാവുന്നത്
ഇല്ല, നിങ്ങൾ BJP മാത്രം കാണണേ. UDF-ന്റെ വന്നിട്ടുണ്ടല്ലോ ഇഷ്ടമാതിരി. അപ്പോൾ അത് പറയാണ്ട് വെറുതെ ഇവരെ മാത്രം അത് മനഃപൂർവ്വം ഉണ്ടാക്കണാണോ എനിക്കിപ്പോൾ ഒരു സംശയം. കേരളത്തിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സർപ്രൈസ് ഉണ്ടാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഗുരുവായൂരിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എങ്ങനെയാണ് മുന്നേറ്റം നടക്കുന്നത്? 2009 മുതൽ തിരുവനന്തപുരത്ത് ഭയങ്കര മുന്നേറ്റമല്ലേ? ആ മുന്നേറ്റം പിന്നെ നമ്മൾ വേറെ എവിടെയാണ് കണ്ടത്? കോർപ്പറേഷൻ ഇന്ന് വരെ പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ ആരോടായി കണക്ക് പറയുന്നത്? അതൊക്കെ ചുമ്മാ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കണക്കാണ്. ജനങ്ങൾക്ക് വ്യക്തികളിൽ കാലത്തിന് അനുസൃതമായ സമീപനത്തിലൂടെ അവരുടെ മാറ്റങ്ങൾ ഇത്തവണത്തെ ഞാൻ 2 പ്രാവശ്യം പോയിട്ടില്ല. സർപ്രൈസസ് ഉണ്ടാവും. ആർക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾക്ക് എത്ര കിട്ടും, കോൺഗ്രസിന് എത്ര കിട്ടും? നിങ്ങൾ വലിയ എല്ലാ രാഷ്ട്രീയത്തെയും അനലൈസ് ചെയ്യുന്നവരില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 137 നമ്പർ ബൂത്തിലാണ് സുരേഷ് ഗോപി വോട്ട് ചെയ്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കേരളത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ BJP നിർണായക ശക്തിയാകുന്ന കാഴ്ചയാകും ഇത്തവണ കാണാൻ കഴിയുക. വളരെ ഭക്തിയാദരവോടെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ ഗുരുവായൂരപ്പന് നന്ദിയുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മാറ്റത്തിനായുള്ള ജനങ്ങളുടെ ആഗ്രഹം വോട്ടായി മാറുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് BJP നേതൃത്വം. എല്ലാവരും പ്രസ്താവന കൊണ്ടുപിടിച്ചിറക്കുകയാണ്. എല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട്. പറയുന്നവർ പറയട്ടെ. പക്ഷേ ജനനിശ്ചയം എന്നത് ഇതിനൊന്നും ആധാരമാക്കിയാകില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. NDAയുടെ ഭരണമികവ് ദേശവ്യാപകമായി അംഗീകരിക്കപ്പെടും. അതേസമയം ശോഭാ സുരേന്ദ്രനെതിരെ പാലക്കാട് ഉയർന്ന ആരോപണങ്ങളെ സുരേഷ് ഗോപി തള്ളിക്കളഞ്ഞു. ഇതെല്ലാം രാഷ്ട്രീയ ശത്രുക്കൾ മെനഞ്ഞെടുത്ത വെറും പൊറാട്ട് നാടകങ്ങൾ മാത്രമാണ്. വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് BJPയുടെ വിജയസാധ്യതയെ തകർക്കാൻ കഴിയില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണനും സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,885 രൂപ, പവന് 1,11,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചെർപ്പ് മേഖലയിൽ മികച്ച പോളിംഗ്. ചെർപ്പ് ബ്ലോക്ക് പരിധിയിലെ മുഴുവൻ ബൂത്തുകളിലും മികച്ച പോളിംഗ് ആണ് നടന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി നാട്ടിക നിയോജക മണ്ഡലം UDF, LDF, NDA സ്ഥാനാർത്ഥികൾ. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, ഗീതാ ഗോപി, CC മുകുന്ദൻ എന്നിവരാണ് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ചേർപ്പിൽ വോട്ട് രേഖപ്പെടുത്തി മേളപ്രമാണികളായ പെരുവനം കുട്ടന്മാരാരും പെരുവനം സതീശന്മാരാരും. ആറാട്ടുപുഴയിലെ ബൂത്തിൽ വോട്ട് ചെയ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.